ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ്. നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അതുപോലെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറുടെ നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 1-ാം തീയതിയാണ്. അപ്പോൾ ഇതിന് ആപ്റ്റായ കാൻഡിഡേറ്റ്സ് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി അവർ ജൂലൈ 1-ന് മുന്നേ എന്ത് ചെയ്യുക, അപേക്ഷ സമർപ്പിക്കുക. അപ്പം നമുക്ക് ഇതിൻ്റെ മൊത്തം എന്താണ്, എങ്ങനെ പഠിക്കണം, എത്രയൊക്കെ ആയിരിക്കാം നമ്മുടെ കട്ട് ഓഫ്, അതുപോലെ എന്താണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് അഡ്വൈസ് നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നടത്തി ഈ ഒരു പരീക്ഷ നമ്മൾ ക്രാക്ക് ചെയ്ത് ഈ ഒരു ജോലിയിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ലാസ്റ്റ് അഡ്വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എത്ര പേര് ലിസ്റ്റിൽ വന്നു, അതിൽ എത്രാമത്തെ ആൾക്കാണ് ഇപ്പോൾ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം വർക്കൗട്ട് ചെയ്യണം, എന്നിട്ട് എങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ വന്ന് ജോലിയിലേക്ക് എത്തുക എന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, അതിനാണ് നമ്മൾ അഡ്വൈസ് നോക്കുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റിലത്തെ, അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന അഡ്വൈസാണ്. അത് എന്ന് പറയുന്നത് 416/2023 കാറ്റഗറി പ്രകാരം നടന്നിരിക്കുന്ന പരീക്ഷയുടെ എന്താണ് അഡ്വൈസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ആദ്യം നിങ്ങൾ ഈ ഒരു 416/2026 കാറ്റഗറി പ്രകാരം നമുക്ക് OMR പരീക്ഷ, അതിൻ്റെ കട്ട് ഓഫ്, അത് കഴിഞ്ഞ് അതിൻ്റെ ഓരോരോ, അതായത് മെയിൻ ലിസ്റ്റിൽ എത്ര, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എത്ര, എവിടെ, അതായത് നമ്മളെ ഫിൽട്ടർ ഔട്ട് ഒന്നും നമ്മൾ നോക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഗ്രാഫ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ 416/2023 കേട്ടോ. 416/2023. ഇതിൻ്റെ OMR പരീക്ഷ നടന്നിരിക്കുന്നത് ഏപ്രിൽ 4-ാം തീയതിയാണ്. അതായത് 2024 ഏപ്രിൽ 4-ാം തീയതിയാണ് ഇതിൻ്റെ OMR പരീക്ഷ നടന്നിരിക്കുന്നത്. ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 55.33 ആണ് ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ മെയിൻ ലിസ്റ്റിൽ 560 പേര്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 253, അങ്ങനെ മൊത്തം 813 പേരായിരുന്നു എന്ത് ചെയ്തിരിക്കുന്നത്, OMR പരീക്ഷ ക്വാളിഫൈ ചെയ്ത കാൻഡിഡേറ്റ്സ്. ദെൻ അടുത്തത് എന്താണ്, അടുത്തതുണ്ടല്ലോ PET, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ഓക്കെ, അത് നടന്നിരിക്കുന്നത് 2024 ഡിസംബറിലായിരുന്നു. ഓക്കെ, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നടന്നിരിക്കുന്നത് 2024 ഡിസംബറിലാണ്. അതിനുശേഷം മെയിൻ ലിസ്റ്റിൽ, ഇവിടെ മെയിൻ ലിസ്റ്റിൽ 439 പേരും, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 170 പേരുമായിട്ട് ടോട്ടൽ എത്രയായി, 609 പേരാണ് എന്ത് ചെയ്തിരിക്കുന്നത്, PET ക്വാളിഫൈ ചെയ്തത്. അതിനുശേഷം പ്രാക്ടിക്കൽ ടെസ്റ്റ്, അതായത് നമ്മുടെ ഡ്രൈവിംഗ് സ്കിൽ ടെസ്റ്റും അതുപോലെ OTR വെരിഫിക്കേഷൻ, അങ്ങനെ ഇതൊക്കെ നടന്ന് റാങ്ക് ലിസ്റ്റ് വന്നത് 29/5/2025 എന്ത് ചെയ്തു, ഇത് എന്തായി, ആക്റ്റീവായി. ഓക്കെ, റാങ്ക് ലിസ്റ്റ് 29/5/2025 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. ഓക്കെ, അതിനി നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 65.67 ആണ്. ഇനി സപ്ലിമെൻ്ററി ലിസ്റ്റിൻ്റെ വെയിറ്റേജ്, അതായത് തീയ, ഇഴവ, ബില്ലവ അതൊക്കെ ഇല്ലേ, അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 63.33 ആണ്. പിന്നീട് SCയുടേത് 61. അടുത്തത് എന്താണ്, STയുടേത് 37.59 ആണ് ST. പിന്നെയോ മുസ്ലിമിൻ്റെ എത്രയായിരുന്നു, 61. പിന്നെ അവിടെ LCAI കാണുന്നുണ്ടല്ലോ, ലാറ്റിൻ കത്തോലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻസ്, അവരുടെ വെയിറ്റേജ് വരുന്നത് 61.33. അടുത്തത് എന്താണ്, ഒരു OBC കാണുന്നുണ്ടല്ലോ, അതിൽ 70, OBC 70. പിന്നീട് വിശ്വകർമ്മ, വിശ്വകർമ്മ, അത് 64.67, 64.67 വിശ്വകർമ്മ. ഓക്കെ, പിന്നെ SIUC നാടാർ, അത് 63.33. പിന്നെ ഹിന്ദു നാടാർ, അതിന് വരുന്നത് ഹിന്ദു നാടാർ 73.67. പിന്നെയോ EWS ഈഴവ, ദീവരയ്ക്ക് 66.33.
3 വെയിറ്റേജ്. പിന്നെയോ EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അതിന് 64. ഇങ്ങനെയാണ് എന്ത് വന്നിരിക്കുന്നത്, വെയിറ്റേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓപ്പൺ കാറ്റഗറിയിൽ റാങ്ക് 185 റാങ്ക് വരെയും, അതുപോലെ ഈഴവ ബില്ലവ തീയയിൽ 207 റാങ്ക് വരെയും, SCയിൽ 8 റാങ്ക് വരെയും, STയിൽ 8 റാങ്ക് വരെയും, മുസ്ലിമിൽ 211 റാങ്ക് വരെയും, LCAയിൽ 4 റാങ്ക് വരെയും, OBCയിൽ 185, വിശ്വകർമ്മയിൽ 102, SIUC നാടാറിൽ 148, ഹിന്ദുവിൽ 264, ധീവരയിൽ 172, അതുപോലെ EWSൽ 218 റാങ്ക് വരെയാണ് എന്ത് പോയിരിക്കുന്നത്, അഡ്വൈസ് മെമ്മോ പോയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 199 എണ്ണമാണ്. 199 അഡ്വൈസാണ് ആകെ പോയിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓരോന്നിനും അവിടെ നോക്കിയ 813 പേര് റിട്ടേൺ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്തിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ എത്തുമ്പോഴെന്തായി, അത് 609 പേരായി. ഏകദേശം 200 പേരെന്ത് ചെയ്തു, പുറത്തേക്ക് അവിടെ നിന്ന് തന്നെ പോയി. അങ്ങനെയാണ് എന്ത് ചെയ്തേക്ക്, ഓരോരോ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ OMR പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതുപോലെ മറ്റ് ഡ്രൈവിംഗ് സ്കിൽ ടെസ്റ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനോട് ഒരുമിച്ച് തന്നെ നമ്മൾ എന്ത് പാരലി കൊണ്ടുപോകണം. എന്തെങ്കിലും നമുക്ക് പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മേക്കപ്പ് ചെയ്ത് പോകണം. എന്ത് ചെയ്യണം, ഇതിന് ഓരോരോ ഘട്ടമാണ്. നമ്മളിപ്പോൾ OMR പരീക്ഷ നല്ല മാർക്കോടെ പാസ്സായി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ക്വാളിഫൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, PETയും ക്വാളിഫൈ ചെയ്യണം. അതിന് നമുക്ക് തന്നിരിക്കുന്ന ഈ 8 എണ്ണത്തിൽ 5 എണ്ണം നമ്മൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ക്വാളിഫൈ ചെയ്തേ പറ്റൂലേ. അപ്പം അതും എന്ത് ചെയ്യണം, അതായത് ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ റിട്ടേണിനോടെ തന്നെ PETക്കും എന്ത് ചെയ്യണം, അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പഠിക്കാൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി നമ്മൾ ഈ പരീക്ഷയ്ക്ക് കടക്കാൻ പോവുക. അപ്പോൾ എല്ലാവർക്കും എന്താണ്, സിലബസിനെ പറ്റി അറിയണം. സിലബസ്, അതുപോലെ ഈ ഒരു കോഴ്സ് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇതിൻ്റെ സിലബസ് അനുസരിച്ച് നല്ല രീതിയിലൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ട് സാരഥി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വെറും 999 ആണ് ഇതിൻ്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ട്. പിന്നെയോ അതുപോലെ തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ അവിടെ നടത്തും, ടെസ്റ്റ് സീരീസുകൾ നടത്തും. അതുപോലെ എന്താണ്, ഓരോ ടോപ്പിക്കിൻ്റെയും ക്ലാസ് PDF നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെയോ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, അതായത് നമ്മളൊന്ന് വീക്ക് ആകുമ്പോൾ നല്ല രീതിയിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മെൻറ്റർഷിപ്പ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പ്രീവിയസ് ആയിട്ട് നടന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനും എങ്ങനെയാണ് അത് സോൾവ് ചെയ്തതെന്നൊക്കെ മനസ്സിലാക്കി പഠിപ്പിച്ചുകൊണ്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 50% നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ടുള്ള, അതായത് എങ്ങനെ പഠിക്കണം അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടൊക്കെ തരും. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ് അടുത്ത നിങ്ങളുടെ ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്തറിയണം, സിലബസിനെ അറിയണം. സിലബസിനെ അറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, വെയിറ്റേജ് എന്ന് പറയുന്നത് 100 മാർക്കാണ് അല്ലേ. 100 മാർക്കാണ് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റേജ്. അപ്പോൾ ഒരു ക്വസ്റ്റിന് 1 മാർക്ക് എന്നുള്ള രീതിയിൽ 100 ക്വസ്റ്റിന് കൂടി ആകെ വെയിറ്റേജ് 100 മാർക്കാണ്. ഓക്കെ, അതിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ളത് എന്തിനാണ്, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾക്കാണ് ഏറ്റവും വെയിറ്റേജ്. എന്തായാലും നമ്മൾ എന്താണ്, ഡ്രൈവറായിട്ടാണ് ജോലിക്ക് കയറുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ അത്യാവശ്യം എന്തായിരിക്കണം, അതിൻ്റെ അടിസ്ഥാന വിവരങ്ങളൊക്കെ നമ്മൾ ബേസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് റിലേറ്റഡുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുന്നത്. അതിൻ്റെ വെയിറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്രയാണ്, 30 മാർക്കാണ് അതിൻ്റെ വെയിറ്റേജ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ആ ജോലിക്ക് പോകുമ്പോൾ അതിനെപ്പറ്റി അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളത് ആദ്യം പഠിക്കണം. ഈ ജോലി നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി പഠിച്ചിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ആ 30 മാർക്കും. പിന്നെ എന്താണ്, ഇതൊരു യൂണിഫോം പോസ്റ്റാണ് അല്ലേ. അപ്പോൾ എന്താണ്, ഈ ഒരു പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന തസ്തികയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ്, അതായത് തസ്തികയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു വെയിറ്റേജ് മാർക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിൽ ആ ജോലിയിൽ കയറുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇവിടെ തന്നെ അത് പഠിച്ചു പോവുക. പിന്നീട് അടുത്തത് എന്താണ്, നമ്മുടെ മാത്സ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന പാർട്ടാണ്. അതിന് വെയിറ്റേജ് എത്രയാണ്, 10 മാർക്ക്. ഈ 10 മാർക്ക് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യണം. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് എടുക്കുക, വർക്കൗട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, എന്താണ് എറർ വന്നതെന്ന് മനസ്സിലാക്കുക, വീണ്ടും ചെയ്യുക. ചാപ്റ്റർ വൈസ് ഒരിക്കലും മാത്സ് പഠിക്കരുത്. പഠിച്ചു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്താണ്, ആ ഒരു മാർക്ക് മാത്രം. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്ത്, ആ ഒരു 10 മോഡൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു. വീണ്ടും അടുത്ത ഒരു 10 ഒരു സെറ്റ് എടുക്കുമ്പോൾ എന്താ, വീണ്ടും അത് പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോൾ ആ രീതിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന പാർട്ട്, അതായത് ടെസ്റ്റ് ഓഫ് റീസണിങ് ഉൾപ്പെടുന്ന പാർട്ടിൽ നിന്ന് മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത എന്താണ്, നമ്മുടെ കറണ്ട് അഫയേഴ്സ് അല്ലേ. കറണ്ട് അഫയേഴ്സിന് ഇപ്പോൾ
ഇഷ്ടം പോലെ നമുക്ക് എന്താണ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. PDF നോട്ട്സ് ആയിട്ടും അതുപോലെ വീഡിയോസ് ആയിട്ടും നമ്മുടെ മിൻറ്റ് തന്നെ നല്ല അടിപൊളിയായിട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ സെഷൻസ് കൊണ്ടുവന്നുണ്ട്. അത് എന്താണ് നിങ്ങൾ കേൾക്കുക, അതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസേഴ്സ് ഒക്കെ കമൻറ്റ് ചെയ്യുക, തെറ്റിപ്പോവുകയാണെങ്കിൽ അത് തിരുത്തി പഠിക്കാനൊക്കെ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നീട് വെയിറ്റേജ് വരുന്നത് ഏതാണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ് അല്ലേ. ഇന്ത്യൻ ഭരണഘടന ഇനി പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളും, അതായത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കും ഡ്രൈവിംഗ് ലൈസൻസും ഒഴിവാക്കി മറ്റ് പഠിക്കുന്നതെല്ലാം നമ്മൾ ഏതൊരു PSC പരീക്ഷയ്ക്കും പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ പഠിക്കുമ്പോൾ തന്നെ ഇനി മുന്നോട്ട് എഴുതുന്ന എക്സാമിനും കൂടി വേണ്ടിയിട്ട് വേണം ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ. അതായത് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനോടൊപ്പം ഇനി വരുന്ന എല്ലാ PSC പരീക്ഷയും ഞാൻ വിജയിക്കും എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ പഠിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ മറക്കില്ല. അതായത് ചിലരുണ്ടാവും എന്താണ്, ഇപ്പോൾ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ ഓണപരീക്ഷ കഴിഞ്ഞ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് എത്തുമ്പോഴേക്കും എല്ലാം മറന്നു പോയിട്ടുണ്ടാവും. ആ രീതി ആവരുത്. അപ്പോൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന കാര്യങ്ങൾ ഇനി അങ്ങോട്ട് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഈ ഒരു 50 മാർക്ക് നമ്മുടെ ചരിത്രം മുതൽ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും വരെയുള്ള 50 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചർ നിങ്ങൾ എഴുതുന്ന എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിസ്റ്റിൽ ഉൾപ്പെടും, ഉറപ്പാണ്, അതിലൊരു സംശയവും വേണ്ട. നമ്മൾ എപ്പോഴും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കും മെയിൻ ലിസ്റ്റിൽ ടോപ്പിൽ വരാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ ശ്രമിക്കാൻ. കാരണം നമുക്ക് മെയിൻ ലിസ്റ്റിൽ താഴെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നും ഒരിക്കലും ജോലി കിട്ടാൻ പോകുന്നില്ല, അത് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് എപ്പോഴും മെയിൻ ലിസ്റ്റിൽ ടോപ്പിലെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അടുത്ത എന്താണ്, നമ്മളിപ്പോൾ പിന്നീട് വെയിറ്റേജ് അടുത്ത കാര്യം നോക്കിയേ, ചരിത്രമാണ്, ഭൂമിശാസ്ത്രമാണ്, ധനതത്വശാസ്ത്രമാണ്. അതിൽ നമുക്ക് കുറച്ചേ പഠിക്കാനുള്ളൂ, പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മാർക്ക് കിട്ടുന്ന ഒരു ഏരിയയാണ് ധനതത്വശാസ്ത്രം അല്ലേ. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ വെയിറ്റേജ് എത്രയായി, 4 മാർക്കായി. പിന്നീട് നമുക്ക് വെയിറ്റേജ് കുറവാണ് എങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 ഏരിയയാണ് ഭൗതികശാസ്ത്രവും രസതന്ത്രം. ഓക്കെ, നമുക്ക് കുറച്ചേ പഠിക്കാനുള്ളൂ, പക്ക പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തു നിന്ന് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നീട് അതായത് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കേണ്ട ഒരു ഏരിയ ആണ് എന്ത്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം. അതും എന്ത് ചെയ്യണം, അതും നമ്മുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗം കവറപ്പ് ചെയ്യും. ഓക്കെ, അടുത്തത് എന്താണ്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങൾ 2 മാർക്കാണ് വെയിറ്റേജ്. അതുപോലെ കലാ, കായികം, സാഹിത്യം, സംസ്കാരം ഒരു വൈഡ് ഏരിയ ആണ്, പക്ഷേ വെയിറ്റേജോ 3 മാർക്കാണ്. വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ല നിങ്ങൾക്ക് അതിൽ എന്താണ് ഒരു ടോപ്പിക്ക് ഞാൻ വിടില്ല എന്നുള്ളവരൊക്കെ ആണെങ്കിൽ കലാ, കായികം, സാഹിത്യം, സംസ്കാരം റിലേറ്റ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ ഒരു വർഷത്തിൽ നടന്നിരിക്കുന്ന അവാർഡായിക്കോട്ടെ, കായികം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് സാഹിത്യത്തിലുള്ളതാണെങ്കിലും സംസ്കാരത്തിലുള്ളതാണെങ്കിലും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റുകൾ ആ ഒരു വ്യക്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് 3-ൽ 1 മാർക്കോ 2 മാർക്കോ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻസാണ് നിങ്ങൾ കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റേജ് നല്ല രീതിയിൽ ഒരു ഹൈക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത് നമുക്കിപ്പോൾ കേരള പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, അത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ. വുമൺ പോലീസ് കോൺസ്റ്റബിൾ, അതായത് 2 പേർക്കും, മെന്നിനും എഴുതാം വുമണിനും എഴുതാം. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 30/2026 ഇതിൻ്റെ ശമ്പളം നോക്കിയേ, 31,100 രൂപ മുതൽ 66,800 രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. അതുപോലെ ഒഴിവുകളോ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. ഇതിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് എന്താണ്, 2026 ജൂലൈ 1-ാം തീയതിയാണ് കേട്ടോ. അർദ്ധരാത്രി 12 മണി വരെ അതിനുള്ളിൽ. അപ്പോൾ അത്രയും അങ്ങോട്ട് പോകാൻ നിൽക്കരുത്. ഇപ്പോഴേ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് നിങ്ങൾ ആപ്റ്റ് ആയ ഒരു കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഈ വീഡിയോ കഴിയുമ്പോഴേക്ക് നിങ്ങൾ ഇതിന് ഓക്കെയാണ്, ഞാൻ ഇതിന് ആപ്റ്റ് ആയ ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അപ്ലൈ ചെയ്യാനുള്ള ഇത് പിന്നെ ലാഗ് ചെയ്യരുത്, പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിൽ ഏജ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, 20 മുതൽ 32 വയസ്സ് വരെയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് ജനുവരി 2, 1994 അതുപോലെ ജനുവരി 1, 2006 ഇടയിൽ ജനിച്ചവർക്ക് ഈ ഒരു പരീക്ഷ എഴുതാം. രണ്ടാമത്തെ നമ്മുടെ OBC കാറ്റഗറിക്ക് അവർക്ക് 3 വർഷത്തെ വയസ്സിലവാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെയോ SC/ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 5 വർഷത്തെ വയസ്സിലവും. പിന്നെയോ നമ്മുടെ വിമുക്ത ഭടന്മാർ, എക്സ് സർവീസ്മാനിന് എത്രയാണ് കൊടുത്തിരിക്കുന്നത്, 13 വർഷത്തെ ഈ വയസ്സിലവാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 32 ആണ്, 32ഉം
10, 42, 3, 45, 13 വയസ്സിൻ്റെ വയസ്സിളവാണ് ആർക്ക് കൊടുത്തിരിക്കുന്നത്? എക്സ് സർവീസ് മെന്നിന് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവരുടെ ഏജ് ലിമിറ്റോ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് +2 അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ ജയിച്ചിരിക്കണം, ബേസ് ആണേ. അത് കഴിഞ്ഞിട്ടോ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, ഏതൊക്കെ ലൈസൻസ് ആണ് നമുക്ക് ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് മോട്ടോർ സൈക്കിൾ, അത് വിത്ത് ഗിയർ ആയിരിക്കണം. പിന്നെയോ LMV, ലൈറ്റ് മോട്ടോർ വാഹനം, അതായത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ. പിന്നെയോ HPV, അതായത് ഹെവി പാസഞ്ചർ വെഹിക്കിൾ. പിന്നെയോ HGV, അതായത് ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്നിവ ഓടിക്കുന്നതിനുള്ള, അതായത് സാധുവായ നമുക്ക് ഇപ്പോൾ അതായത് നിലവിലുള്ള, അതായത് എന്താണ്, സാധുവായ ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ ഡ്രൈവേഴ്സ് ബാഡ്ജും നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ. അതുപോലെ അപേക്ഷ സമർപ്പിക്കുന്നത് മുതൽ സെലക്ഷൻ്റെ എല്ലാ ഘട്ടത്തിലും, അത് OMR പരീക്ഷ ആയിക്കോട്ടെ, PET ആയിക്കോട്ടെ, നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ പരീക്ഷ ആയിക്കോട്ടെ, OTR വെരിഫിക്കേഷൻ ആയിക്കോട്ടെ, എല്ലാ ഘട്ടത്തിലും എന്തുണ്ടായിരിക്കണം? ആ ലൈസൻസും ബാഡ്ജും എന്തായിരിക്കണം? സാധുതയുള്ളതായിരിക്കണം. ഓക്കെ. അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു കാര്യം മാത്രമല്ല, നമുക്ക് ശാരീരിക അളവ് നമ്മൾ കീപ്പ് ചെയ്യണം. അതായത് ഉയരം പുരുഷന്മാർക്ക് 168 സെൻറ്റിമീറ്ററും സ്ത്രീകൾക്ക് 157 സെൻറ്റിമീറ്ററാണ്. അതിൽ SC/ST വിഭാഗത്തിന് എന്താണ്? പുരുഷന്മാരാണെങ്കിൽ 161 സെൻറ്റിമീറ്ററും സ്ത്രീകളാണെങ്കിൽ 151 സെൻറ്റിമീറ്ററും മതി. ഇനി നെഞ്ചളവ്, അത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ്. അതെന്താണ്? 81 സെൻറ്റിമീറ്ററാണ് ഉണ്ടാകേണ്ടത്. വികാസം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററാണ്. അതിൽ SC/ST വിഭാഗത്തിന് 76ഉം മറ്റേത് 5 സെൻറ്റിമീറ്ററാണ് വികാസം. ഇനിയോ കാഴ്ചശക്തി, കണ്ണടയില്ലാതെ 2 കണ്ണുകൾക്കും എന്താണ്? 6/6 ദൂരക്കാഴ്ചയാണ് വേണ്ടത്. അതുപോലെ നമ്മുടെ നിയർ വിഷൻ എന്ന് പറയുന്നത് 0.5 നമ്മുടെ നിയർ വിഷനും ആയിരിക്കണം ഉണ്ടാകേണ്ടത്. പിന്നെയോ കളർ ബ്ലൈൻഡ്നെസ്, അതുപോലെ നിശാന്തത, ഈ ഒരു പ്രശ്നങ്ങളുള്ളവരൊന്നും എന്തില്ല, അതുപോലെ ഭിന്നശേഷിക്കാരൊന്നും ഇതിന് എലിജിബിൾ അല്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി സെലക്ഷൻ്റെ നമ്മുടെ PET, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അല്ലേ, അതിൽ പുരുഷന്മാർക്ക് 8 ഇനങ്ങളിൽ 5 ഇനങ്ങളിലും സ്ത്രീകളിൽ 7 ഇനങ്ങളിൽ 5 ഇനങ്ങളിലും എന്തായിരിക്കണം? അവർ യോഗ്യത നേടണം. അവർക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ അവർ ആ ഒരു ഇത് അല്ലെങ്കിൽ സമയ ദൂര പരിധിക്കുള്ളിൽ എന്ത് ചെയ്യണം? യോഗ്യത നേടിയിരിക്കണം. പിന്നെയോ പ്രായോഗിക പരീക്ഷ, അതാണ് നമ്മുടെ ഡ്രൈവിംഗ് പ്രാക്ടിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് PSC നടത്തുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിൽ എന്ത് ചെയ്യണം? നമ്മൾ പ്രാഗൽഭ്യം തെളിയിക്കണം. പിന്നെയോ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നിങ്ങൾ ആ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചാൽ മാത്രം പോലെ എന്ത് കൊടുക്കണം? കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ എന്താവും? അത് നിരസിക്കപ്പെടും. ആ ഒരു കാര്യം, അതായത് എപ്പോഴും ഏതൊരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ കൺഫർമേഷൻ കൊടുക്കാനും മറക്കരുത്. ആ സമയത്തിനുള്ളിൽ തന്നെ കൺഫർമേഷൻ കൊടുക്കാനും ശ്രദ്ധിക്കുക. ഇനി അടുത്തത്, ഇതിന് വെയിറ്റേജ് മാർക്ക് ഉണ്ട്. ഓക്കെ. അതിൽ NCC കാഡറ്റ്സിന്, NCCക്ക് ABC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് യഥാക്രമം A ആണെങ്കിൽ 2%, B ആണെങ്കിൽ 3%, C ആണെങ്കിൽ 5% അധിക മാർക്ക് ലഭിക്കും. ഓക്കെ. ഇങ്ങനെയാണ് വെയിറ്റേജ് വരുന്നത്. അതുപോലെ പ്രഗത്ഭരായ കായിക താരങ്ങൾക്കും സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും എന്തിനുണ്ട്? വെയിറ്റേജിന് അർഹതയുള്ളവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ്? ഭിന്നശേഷി, ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നശേഷി ഉള്ളവരാണെങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷ നൽകരുത് കേട്ടോ. പിന്നെയോ നിയമനം ലഭിച്ചു കഴിഞ്ഞാൽ 9 മാസത്തെ പ്രീ സർവീസ് പരിശീലനത്തിന് നമ്മൾ എന്താണ്? വിധേയരാകും. ആ ഒരു കാര്യം കൂടി ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ മിനിറ്റ് എന്ത് ചെയ്തിരിക്കുന്നുണ്ട്? നല്ലൊരു ബാച്ച്, നമ്മുടെ സാരഥി എന്ന് പറയുന്ന നല്ലൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസിൻ്റെ, അതായത് ലൈവ് ക്ലാസ്സസിൽ ടീച്ചേഴ്സിനോട് ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അതുപോലെ എന്താണ്, നിങ്ങൾക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ എന്താണ്, ഓരോ ടോപ്പിക്കിൻ്റെയും ടെസ്റ്റ് സീരീസുകൾ നിങ്ങൾക്കുണ്ട്. പിന്നെയോ അതുപോലെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ ടോപ്പിക് എല്ലാം കഴിഞ്ഞ് നമ്മൾ PYQ ഡിസ്കഷൻസ് ഉണ്ട്. അതുപോലെ റിവിഷനും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ജോബ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അപ്പോൾ വൈകാതെ പെട്ടെന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്യൂ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.